വിദ്യാർത്ഥികൾക്ക് കരുതലും സുരക്ഷയും ഒരുക്കുന്നതിന്റെ ഭാഗമായി കുമരനെല്ലൂർ സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് യോഗം ചേർന്നു. പ്രവൃത്തി സമയങ്ങളിൽ അനധികൃത പ്രവേശനം ഒഴിവാക്കാൻ നടപടി വേണമെന്ന് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ സ്കൂളിലേക്ക് വാഹനങ്ങൾ കൊണ്ടുവരുന്നത് പതിവായിട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും കാര്യമായ പരിശോധനകൾ നടത്തുന്നില്ലെന്ന ആരോപണവും ഉയർന്നു. പക്ഷേ ഞാൻ ഈ സ്കൂൾ പഠിച്ചു വളർന്ന ആളായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രായോഗിക പ്രയാസം മനസ്സിലായതുകൊണ്ട് അവർ നമുക്ക് ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. കാരണം അപ്പുറത്ത് കയറ്റി വെച്ചാൽ ഈ പ്രദേശത്തെ ആളുകൾ മുഴുവൻ ആശുപത്രിയിലേക്ക് പോകുന്നത് ആ ഗ്രൗണ്ട് ക്ലോസ് ചെയ്യും. നമുക്ക് തടയാം, ഗ്രൗണ്ട് സ്കൂളിൻ്റെയാണ്, അതിനെ പോകണ്ടായെന്നൊക്കെ പറയാം. പക്ഷെ അത് എത്രത്തോളം സ്വീകാര്യമാകുമെന്ന് ഭയമുണ്ട്. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പടിഞ്ഞാറ് വശത്തെ കാലപ്പഴക്കം ചെന്ന മതിൽ പുതുക്കി പണിയണമെന്ന ആവശ്യമുയർന്നു. ഇതിന് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവരുടെ സഹായം തേടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രവൃത്തി സമയങ്ങളിൽ സ്കൂളിലേക്ക് അനധികൃത പ്രവേശനം ഒഴിവാക്കേണ്ടതുണ്ട്. ഇതിന് വിപുലമായ മറ്റൊരു യോഗം വിളിച്ച് തീരുമാനം കൈക്കൊള്ളണം. പന്ത് വീണ് ഓടുകൾ സ്ഥിരമായി പൊട്ടുന്നുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാകണം. അറ്റകുറ്റപ്പണികൾ നടത്താൻ ഫണ്ടിന്റെ അപര്യാപ്തതയും അധ്യാപകരും PTA ഭാരവാഹികളും പങ്കുവച്ചു. ലോഡ് കണക്കിന് കൂട്ടിയിട്ട മണ്ണ് ഗ്രൗണ്ടിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യവും സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകിപ്പോകാനുള്ള ഭാഗങ്ങൾ സ്വകാര്യ വ്യക്തികൾ അടച്ചതും യോഗത്തിൽ ചർച്ചയായി. വിദ്യാർത്ഥികൾ ഇരുചക്ര വാഹനങ്ങളുമായി സ്കൂളിലേക്ക് വരുന്ന ചിത്രങ്ങൾ സഹിതം യോഗത്തിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ ഉയർത്തിക്കാട്ടി. സ്കൂളിന്റെ പരിസരങ്ങളിൽ പലതരത്തിലുള്ള പരസ്യ പ്രചരണ ബോർഡുകളുണ്ടാവും. അത് കാറ്റിനും മഴയിലൊക്കെ മറിഞ്ഞു വീണ് കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന സ്ഥിതിയുണ്ടോ, അതുപോലെ തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതയുണ്ടോ. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അടിയന്തരമായി പരിഹരിച്ചത്. അതുപോലെ തന്നെ മരാമത്ത് പണി നടക്കുന്നിടത്ത് നമുക്ക് കാണാം, അവിടെ ഇരുമ്പ് മറകൾ കൊണ്ട് നമ്മൾ അവിടേക്ക് കുട്ടികൾ പ്രവേശിക്കാത്ത രൂപത്തിൽ അവിടെ പ്രൊട്ടക്ഷൻ വാള് പണിതിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ. അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെ സ്കൂളിനകത്തേക്ക് കടന്നു വരാവുന്ന സാധ്യതകൾ, പുല്ല്, കാട്, മരക്കൊമ്പുകൾ കൂട്ടിയിടുക, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ പല ഭാഗത്തായി കൂട്ടിയിടുക, അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടോ. അതുപോലെ തന്നെ സുരക്ഷാ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ, ഉപയോഗിക്കാതെ വെറുതെ ഇട്ട് കെട്ടിടങ്ങളുണ്ടോ, അഗ്നിശമന സേനാ സംവിധാനങ്ങളുണ്ടോ, കുട്ടികൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ. അതുപോലെ തന്നെ മതിലുകൾ പഴകിയ, വളരെ പഴക്കം ചെന്ന ഉയരമുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ മതിലുകളുണ്ടോ. 3 പേരെ വെച്ചും അലക്ഷ്യമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പതിവായിട്ടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ടത്ര പരിശോധനകൾ നടത്തുന്നില്ലെന്നാണ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. PTA പ്രസിഡന്റ് VK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ AS ബീന, പ്രധാന അധ്യാപകൻ O വിനോദ് കുമാർ, VP ബിന്ദു, തൃത്താല സിവിൽ എക്സൈസ് ഓഫീസർ സിഞ്ചു പ്രസാദ്, P രാജീവ്, VA ലത്തീഫ്, മനോജ് പുലാശ്ശേരി, O നൌഷാദ്, CM അലി, VA സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് തൃത്താല.